എന്തെടുക്കുവാ? എത്ര നേരമായി? ആയേ? എന്തുവാ ചേട്ടാ ഇത്? പുറത്ത് മഴ പെയ്യുന്ന ശബ്ദം കാരണം എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ മണ്ടോത്തരത്തിന്റെ പുസ്തകവും വായിച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നിനക്ക് നാളെ പരീക്ഷയില്ലേ? ഇങ്ങോട്ട് മാറിയേക്കടി, ഞാൻ അകത്തോട്ട് കയറട്ടെ. എന്തൊരു തള്ള മനുഷ്യ നിങ്ങൾ തള്ളിയത്. ഇന്ന് ആശുപത്രിയിൽ ചെക്കപ്പിന് പോകേണ്ടതായിരുന്നു. ഇനി 1 മാസം പോലും തികച്ചില്ല. അതെങ്ങനെയാ? മെമ്പറാന്നും പറഞ്ഞ് നാട് മുഴുവൻ കറങ്ങി നടത്തവും രാത്രി കള്ളു കുടിക്കും. നീ കണ്ടോടി ഞാൻ കള്ളു കുടിക്കുന്നത്? നീ കണ്ടോന്ന്? നിങ്ങളുടെ കണ്ണ് കണ്ടാൽ അറിയാമല്ലോ. മൂക്കച്ചൻ കുടിച്ചിട്ടുണ്ടെന്ന്. നാറ്റമോ ചെയ്യാൻ കിടക്കുന്ന തൊണ്ടിന്റെ നാറ്റവും. നിനക്കാടി നാറ്റം. മണലും വാരി വെള്ളവും കുടിച്ച് കിടക്കുന്ന നിന്റെ ആങ്ങളയ്ക്കും അച്ഛനും ആ നാറ്റം. ദിവസത്തെ എന്റെ മുന്നിൽ മനുഷ്യ നിറവരമായിട്ടിരിക്കുന്ന എന്നെ തള്ളിയിട്ട് നിനക്ക് ഗതി കിട്ടില്ല. ഓ ഓടി, എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോടി. അയ്യോ അമ്മേ, അയ്യോ അയ്യോ അമ്മേ, അമ്മേ. ഡോക്ടറെ, എന്റെ ഭർത്താവല്ല എന്നെ ഇങ്ങനെ ആക്കിയത്. അയാളൊന്നും പറയണ്ട. അയാൾക്കുള്ളത് ദൈവം കൊടുത്തോളും. ഞാൻ മരിച്ചോട്ടെ, പക്ഷെ എന്റെ കുഞ്ഞ് ആണായാലും പെണ്ണായാലും അതിനെ ജീവിപ്പിക്കണം. ഞാൻ അവരിലൂടെ ഇവിടെ ഒക്കെ ഉണ്ടാകും. അങ്ങനെയൊന്നും ഞാൻ പോവില്ല ഡോക്ടറെ, പോകില്ല. നീ കേറിയടാ. ഗൗതമേ നോക്കണേ, നോബാളാന്ന് പണ്ടേ കൂടെ അടിയടാ. നോക്കിയോ ആള് നാഗവല്ലിയായി. വാ കൈയോട്. എന്തുവാടാ? ആ രാജീവോ? ആ അതെ, നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ. രാജീവ് ഇപ്പോഴും കായംകുളത്തല്ലേ? ആ കായംകുളത്ത് തന്നെ. ആ മോളെ, ആ വിസ റെഡി ആയിട്ടുണ്ട്. മറ്റന്നാൾ വീണ്ടും എനിക്ക് ഒമാനിലേക്ക് പോകണം. ലക്ഷ്മിയും മോളെയും പാലക്കാട്ട് വിടണം. ഇവിടിപ്പം അമ്മയും ഇല്ലല്ലോ. അമ്മ മരിച്ചത് ഞങ്ങളൊക്കെ പിന്നെ അറിഞ്ഞത്. ഇവിടുന്ന് പോയാൽ പിന്നെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇവിടുത്തെ എല്ലാം അവസാനിച്ചല്ലോ. വീട് സ്ഥലവും ഒന്നുകൂടെ കാണാമെന്ന് പറഞ്ഞ് വന്നതാ. വാ, ഞാൻ കൂടി വരാം. വാ മോളെ. തോമസിന്റെ വീടും പ്രശ്നത്തിലാ. കഴിഞ്ഞ വർഷം ഏതാണ്ട് 100ഓളം ആൾക്കാരാണ് ഇവിടുന്ന് ഒഴിഞ്ഞു പോയത്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ?
രാജീവ് മെമ്പറെ, മറ്റന്നാൾ രാജീവ് ഗൾഫിലേക്ക് പോകുന്നു. വീടൊക്കെ ഒന്ന് കാണാൻ വന്നതാ. ഇവിടെയൊക്കെ എത്രയോ സ്ഥലങ്ങൾ കൊടുക്കാനുണ്ട്. അതൊക്കെ മേടിച്ച് താമസിച്ചാൽ പോരായിരുന്നു. ദൂരെയൊക്കെ പോയി താമസിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. കായംകുളത്ത് സ്ഥലമൊന്നും വാങ്ങിച്ചില്ല. അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇവിടെ ഇനി ഒന്നും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. എൻ്റെ ആകെയുള്ള സമ്പാദ്യമാണ് ഇവിടെ കിടക്കുന്നത്. ഞാൻ പറഞ്ഞതേ ഉള്ളു. നടക്കുമോളെ. പാലക്കാട്ടിൽ നിന്നൊരു പട്ടത്തി പെണ്ണിനെയും കൊണ്ടുവന്ന് ഇവിടെ മാളിക വെക്കാൻ നോക്കിയതാ. ദാ കിടക്കുന്നു അവൻ്റെ മാളിക. ഇതല്ലേ രാജീവ് മാമന്റെ താഴ്ന്നു പോയ വീട്. കഷ്ടം തന്നെ. ഇതിപ്പോ എത്ര വീടായി നമ്മുടെ തുരുത്തില്. ഇങ്ങനെ പോയാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ വീടും താന്നു പോയാ നമ്മളിവിടെ വിട്ട് പോണ്ടി വരുമോ? പിന്നല്ലാതെ. ഞാനെങ്ങും പോവില്ല. ഈ തുരുത്തിലല്ലേ നിങ്ങളെല്ലാവരും. എടാ, ഞങ്ങളും നിങ്ങളൊക്കെ ഒരിക്കലും ഇവിടം വിട്ട് പോകണം. ആണോ? പക്ഷെ നമ്മുടെ ദൂരത്ത് കാണാൻ ഒരുപാട് ആൾക്കാർ ദൂരെ നിന്ന് വരുന്നുണ്ടല്ലോ. അവർക്ക് പ്രത്യേകം വീടുകളും ഹോട്ടലുകളും ഒക്കെ അല്ലേ പണിഞ്ഞിരിക്കുന്നത്. അവർക്കെന്നാ നമുക്ക് ഇതുപോലെ പണിഞ്ഞു തന്നാൽ. ആ ചെല്ല്, അവർക്കൊന്നും വേറെ പണിയില്ലല്ലോ. നമ്മുടെ റോഡുണ്ട് വളവിലൊക്കെ പളപള മിനുങ്ങുന്ന റോഡാ. ശരിയാ, അവർക്കൊക്കെ ഭയങ്കര സെറ്റപ്പാ. ഗൗതമേ, നിന്റെ അച്ഛൻ വിളിക്കുന്നു, ചെല്ല്. ഓ, പുള്ളി ഇന്ന് പണിക്ക് പോയിട്ടില്ല. നമുക്ക് സത്യൻ സാറിനെ പോയെന്ന് കണ്ടാലോ? ഈ തുരുത്തിന്ന് നമുക്കൊക്കെ പോണോന്ന് ചോദിക്കാൻ. അത് ഐഡിയ. എന്നാ വാ പോവാ. തന്നെ വീഴല്ലേ. ആ സാറ് തോന്നിക്കുന്നു. സത്യൻ സാറേ. എല്ലാവരും ഉണ്ടല്ലോ. രാവിലെ എന്താ പരിപാടി? വാ 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 ചോദിക്കട്ടെ. സാറേ. എന്താടാ പറ. നമ്മുടെ രാജീവ് മാമന്റെ വീട് താന്നു പോയതുപോലെ ഞങ്ങളുടെ വീടും താന്നു പോവോ? എടാ, ഞങ്ങളുടെ അല്ല, നമ്മുടെ എല്ലാം. ഈ നാടെന്ന് പറഞ്ഞാൽ നമ്മുടെയല്ലേ, നമ്മുടെ സ്വന്തം. ഈ കാലാവസ്ഥാ മാറ്റം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. കടൽ നിരപ്പ് ഉയർന്നേക്കാം, സ്വാഭാവികമായും കരയിടിയുന്നുണ്ട്. പതിയെ പതിയെ ഈ തുരുത്ത് മുഴുവൻ മുങ്ങിയേക്കാം. നമ്മുടെ നാടിൻ്റെ ചരിത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നാടെങ്ങനെ ഉണ്ടായി, അതെങ്ങനെ സംരക്ഷിക്കപ്പെട്ടു ഒക്കെ അറിയണം. പിന്നെ നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു, മണലെടുപ്പ്. പൈസ ഉണ്ടാക്കുന്ന തത്രപ്പാടിൽ ഇവിടെയെല്ലാം ഭയങ്കര മണലെടുപ്പായിരുന്നല്ലോ. അതൊക്കെ തുരുത്തിന്റെ നാശത്തിന് കാരണമായിട്ടുണ്ട്. പിന്നെ കേണൽ ജോൺ മൺട്രോയെ നിങ്ങൾ അറിയണം. തിരുവിതാംകൂർ ഭരണകാലത്ത് മൺട്രോ ചെയ്ത സേവനങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അന്ന് അദ്ദേഹം ഇന്ത്യയിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. പിന്നെന്താ? അതൊരു വലിയ ചോദ്യമാണ് നീ ചോദിച്ചത്. കണ്ടൽ മരങ്ങൾ ധാരാളമായി നട്ടുപിടിപ്പിക്കുക, അത് നമ്മൾ പ്രധാനമായും ചെയ്യണം. തീരത്തുള്ള മണ്ണിനെ സംരക്ഷിക്കാൻ കണ്ടൽ മരങ്ങൾ സഹായിക്കും. എനിക്ക് തോന്നുന്നത് ചെറിയ ചെറിയ പ്രശ്നപരിഹാരങ്ങൾ പോരാ. നമ്മുടെ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെയും മിടുക്കരായ ശാസ്ത്രജ്ഞന്മാരുടെയും ശ്രദ്ധ ഈ ഒരു കാര്യത്തിൽ വളരെ വളരെ ആവശ്യമാണ്. ഇനി മറ്റെന്തെങ്കിലും സംശയം? നമ്മുടെ പഞ്ചായത്ത് മെമ്പർക്ക് ഈ വിഷയത്തിൽ വല്ലതും ചെയ്യാൻ പറ്റുമോ? മെമ്പർ നമ്മുടെ പ്രതിനിധിയാണ്. സർക്കാരും നമ്മളും തമ്മിലുള്ള പാലമാണ് മെമ്പർ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. മെമ്പർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങൾ ചെയ്യാനുണ്ടാവും. നമുക്ക് മെമ്പറെ ആദ്യം കാണണം. നമ്മൾ ചെന്ന് കാണണോ? കുട്ടികളോട് കാര്യങ്ങളൊക്കെ മെമ്പർ സംസാരിക്കുമോ? അപ്പൊ സത്യ സാറ് സംസാരിക്കുന്നത്? അത് സത്യൻ സാറ്. അതുകൊണ്ട് കാണാം മെമ്പർ. പുള്ളി ഒരു ടൈപ്പാ. വാ നമുക്കൊന്ന് നോക്കാം. അവന്മാര് തെങ്ങ കിടന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ വാടാ ഇങ്ങോട്ട്.
തമ്മിൽ തമ്മിൽ കഥകൾ മാറും അനുരാഗം. ഡാ, ഈ ക്രിസ്മസിനെങ്കിലും ഇത് നീറ്റിലിറക്കാൻ പറ്റുമോ? ഓ ഇറക്കാം മെമ്പറേ, ഇറക്കാം. ആ ഓ കൊച്ചുങ്ങൾ വിളിക്കുന്നു. എന്താ എല്ലാവരും കൂടെ? തുരുത്തിലെ ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? രാജീവ് മാമന്റെ വീടടക്കം ഒരുപാട് വീടുകളിൽ ഇപ്പോഴും ആളില്ല. അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ഈ തുരുത്തേ ഇല്ലാതാവത്തില്ലേ? അതിനെതിരെ നമുക്കെന്തെങ്കിലും ചെയ്യണ്ടേ? നാട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇപ്പം മുട്ടയെന്ന് കഴിയാത്ത പിള്ളേരാണ് ഇറങ്ങിയിരിക്കുന്നത്. പോനടാ പിള്ളേരെ, നിന്നെയൊക്കെ ആരാ ഇങ്ങോട്ട് വിട്ടത്? ഞങ്ങളാരും പറഞ്ഞു വിട്ടല്ലോ. പിന്നെ സത്യൻ സാറിനെ കണ്ടിട്ടാ ഞങ്ങളിപ്പോൾ വരുന്നത്. സത്യൻ, കുറെ പരിസ്ഥിതി സ്നേഹികൾ, ഇവനേക്കാരാ മൈൻഡ് ചെയ്യുന്നത്. എന്തുവാടിയത്? നാളത്തെ തലമുറയ്ക്ക് ഓട്. അപ്പൊ ഇനി ഞാൻ ഇതുപോലെ 2-3 എണ്ണോടെ എഴുതണം. ഞാൻ ഇങ്ങോട്ട് മറ്റേത് ഇങ്ങോട്ട് പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ. എവിടെ പോന്നടാ നീ? എപ്രാളപ്പെട്ട് ഇനി വന്നേ. അവധിയാന്ന് പറഞ്ഞ് നാട് മുഴുവൻ കറങ്ങി നടക്കും അല്ലയോ? ഒരക്ഷരം പോലും പഠിക്കാതെ. അവധിയായിട്ട് പഠിക്കാനോ? ഈ അവധിക്കാലം ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ നാട്ടിലെ സംരക്ഷണത്തിനായി ഞങ്ങൾ ഏകത്വം. ഗ്രാമസഭ ആരംഭിക്കുകയാണ്. കോഴികളുടെയും ആടുകളുടെയും ലിസ്റ്റ് ഞാൻ വായിക്കാം. അതൊക്കെ വായിച്ചോ മെമ്പറേ? ചില സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. തുരുത്തുകാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാരിനോട് ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ചാലോ? ചെറിയ വായിൽ വലിയ വർത്തമാനങ്ങൾ പറയിപ്പിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നു. തൊഴിലുറപ്പ് സ്ഥലത്ത് നിന്നാ വിളിച്ചോണ്ട് വന്നേ. ഈ മെമ്പർക്ക് വേറെ പണിയൊന്നുമില്ല. പ്രസിഡന്റ് എന്താ കാണണമെന്ന് പറഞ്ഞത്? നിങ്ങളുടെ വാർഡിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ. വാർഡിൽ എന്തോന്ന് പ്രശ്നം? കുറച്ച് പിള്ളേര് തനിക്കെതിരെ ഒരു പരാതിയൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അതിപ്പോ എല്ലായിടത്തും ഉള്ളതാ. കൊച്ചു പിള്ളേരെയൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു? പറയുന്നതാരോ ആയിക്കോട്ടെ, പറയുന്നതിൽ കഴമ്പുണ്ടോ എന്ന് നോക്കിയാൽ മതിയല്ലോ. പരിസ്ഥിതി സ്നേഹം അഭിനയിച്ചുകൊണ്ട് ചിലര് എനിക്കെതിരെ ആളെ ഇറക്കുന്നതാ. കുട്ടികൾ കുറച്ച് കാര്യങ്ങൾ എഴുതി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. മുതിർന്നവരുടെ സഹായം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നേരാ. തന്നിരിക്കുന്ന കുറിപ്പില്
വസ്തുതാപരമായ പല കാര്യങ്ങളുമുണ്ട്. ഞാൻ വിശദമായൊന്ന് പഠിച്ചതിന് ശേഷം തനിക്ക് തരാം. നിസാരമായി തള്ളണ്ട. മുപ്പത് കൊല്ലമായി നമ്മുടെ മെമ്പറുണ്ട്. ഇന്നലെ കുരുത്ത പിള്ളേരോടെ നിൽക്കണോ അതോ മെമ്പറോടെ നിൽക്കണോ? നീ തീരുമാനിക്കും. അതൊരു ചോദ്യമാണ്. മെമ്പറാണ്, കുട്ടികൾ കുട്ടികളാണ്. തുരുത്തുമാണ്. നിന്നോടൊക്കെ പറയാൻ വന്നേ എന്നെ വേണം തല്ലാൻ. നീ ഫേസ്ബുക്ക് നോക്ക്, ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കാം. മാമാ, സോഷ്യൽ മീഡിയ ഒന്ന് കത്തിക്കാൻ പറ്റുമോ? പെട്രോളോ ഡീസലോ? അതല്ല, നമ്മുടെ തുരുത്തിലെ പ്രശ്നങ്ങളൊന്ന് വൈറലാക്കാൻ പറ്റുമോ? മാമ മാറ്, ഞങ്ങൾ ചെയ്തോളാം. പ്രക്ഷോഭത്തിലേക്ക് മാറിയിരിക്കുകയാണ്. വീടുകൾ മിക്കതും താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മരണം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. നിങ്ങൾ പേടിക്കണ്ട. എനിക്കെന്താ പറ്റിയതെന്ന് ആരോടും ഞാൻ പറയില്ല. എന്നെങ്കിലും നിങ്ങൾക്കിത് തെറ്റ് ബോധ്യപ്പെടും. അന്ന് ഈ തുരുത്ത് തന്നെ ഇവിടെ കാണില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ തുരുത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമുക്കോ ഇതിനൊന്നും നേരമില്ല. പിള്ളേരെങ്കിലും ഇതിനൊക്കെ നടക്കട്ടെ. കുട്ടികളിൽ നിന്നാണ് തുടക്കം. അതെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പ്രക്ഷോഭം ശക്തമാണ്. ഇതോടെ തീരുമാനമായാൽ മതിയായിരുന്നു. ശക്തമായ സമരമുറകൾ വേണ്ടിവരും. മെമ്പർ സഹകരിക്കുമെന്നറിയില്ല. പരിസ്ഥിതി സ്നേഹികളുടെ ഒരു കൂട്ടായ്മ വേണ്ടിവരും. തുറന്നില്ലടാ ഈ പ്ലക്കാർഡ്. അങ്ങനെയൊന്നും ഞാൻ പോകില്ല ഡോക്ടറെ, പോകില്ല. ഗ്രാമസഭ ആരംഭിക്കുകയാണ്. പ്രസിഡന്റിന് കുട്ടികൾ നൽകിയ കുറിപ്പ് ഞാനും വായിച്ചു. സംസാരിക്കാൻ കഴിയാത്ത എൻ്റെ മകളും പറയാൻ ശ്രമിച്ചത് ഇതുതന്നെയായിരിക്കും. എപ്പോഴും പുസ്തകമായി കഴിഞ്ഞിരുന്ന എൻ്റെ ഭാര്യ പറയാൻ ശ്രമിച്ചതും ഇതുതന്നെയായിരിക്കും. നമ്മുടെ തുരുത്ത് നമ്മുടെ സ്വത്താണ്. ജനിച്ചു വളർന്ന സ്ഥലത്തു നിന്ന് പറിച്ചെറിയുന്നവരുടെ ദുഃഖം എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ വാർഡിലെ അംഗസംഖ്യ കുറഞ്ഞു വരുന്നു. ഒരുപാട് പേർ ഇവിടം വിട്ട് പോയിക്കഴിഞ്ഞു. നമ്മുടെ തുരുത്തിലൂടെ ഓടുന്ന ഒരു ട്രെയിനും ഒരു മുടക്കവും വരുന്നില്ല. പക്ഷേ നമ്മുടെ വീടുകൾ താഴ്ന്നു പോകുന്നു.
സാങ്കേതിക വൈദഗ്ധ്യം ഉള്ളവരുടെ സഹായം ഓരോ കെട്ടിടം ചെയ്യുമ്പോഴും നമുക്കിവിടെ വേണം. ഇതിനായി പ്രത്യേകം മാസ്റ്റർ പ്ലാൻ വേണം. തള്ളിവരുന്ന കടൽ വെള്ളത്തിൻ്റെ ശക്തിയെ കുറയ്ക്കാൻ ചെറിയ ചെറിയ ചാലുകൾ ധാരാളം വേണം. കടൽ നിരപ്പ് ഉയരുന്നതനുസരിച്ച് വെള്ളം കയറി നശിക്കാത്ത റോഡുകൾ ഇവിടെ വേണം. നമ്മളെങ്ങോട്ടും പറിച്ചു നടേണ്ടവരല്ല, ഇവിടെ ജീവിച്ച് ഇവിടെ മരിക്കേണ്ടവരാണ്. നമ്മുടെ വാർഡിൽ ഒരു ലൈബ്രറി ഇല്ല. നമ്മുടെ കുട്ടികളുടെ കൂട്ടായ്മയെ, ചിന്താശേഷിയെ വളർത്താൻ ഒരു ലൈബ്രറിയുടെ കാര്യം ഞാൻ പ്രസിഡൻറ്റിനോട് പറഞ്ഞിരുന്നു. ഉടൻ തന്നെ അതിന് സ്ഥലം കണ്ടുപിടിക്കും. എൻ്റെ മോളോട്, ഈ കുട്ടികളോട്, ഈ നാടിനോട് ഞാൻ ചെയ്ത പാപങ്ങൾക്കുള്ള പശ്ചാത്താപമാകട്ടെ പുതിയ ലൈബ്രറി.